ഹായ് ഫ്രണ്ട്സ്, ഫാസ് Anofa കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് അൽഫാമാണ്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി 4 വലിയ ചുവന്ന മുളക് എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ്, ചെറുനാരങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളിയുടെ ഒരു പകുതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് 4 മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിടാം. ഇനി ഇതെല്ലാം കൂടി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലായി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പുരട്ടി കൊടുക്കാം. ഒരു 50% വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണിത്. ഈ ബീഫെല്ലാം ഇതിലേക്കിട്ട് എല്ലാ ഭാഗത്തും മസാല പുരട്ടി കൊടുക്കാം. ഇവിടെ ചെറുതായിട്ട് മഴ ഉണ്ടായതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളഞ്ഞേക്കണം. ഇപ്പോൾ നമ്മൾ ഓരോന്നും മസാല പുരട്ടി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 1-2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ ഓവനിൽ വെക്കുന്ന ഗ്രില്ലിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ബീഫ് ഈ ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഇതിന്മേൽ വെച്ച് കൊടുത്ത് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയാണ് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ഹീറ്റിംഗ് ഓയിൽ മുകളിലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി ടൈം 45 മിനിറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇത് തുറന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിവിടെ നമുക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്.
ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബൈ ബൈ.